നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കായ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ സ്ട്രെസ് ആൻഡ് സ്ട്രെസ്സേഴ്സ് എന്ന പാഠഭാഗമാണ്. ആദ്യമായിട്ട് നമുക്ക് ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ് എന്താണെന്നുള്ളത് നോക്കാം. സ്ട്രെസ് എന്നത് നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചെറുതായിട്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾക്കും നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങുമ്പോൾ, പരീക്ഷ അടുക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോ അപ്പോഴൊക്കെ നമ്മൾ സ്ട്രെസ്ഡ് ആണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സ്ട്രെസ് എന്നത് ഒരു സങ്കീർണവും അതുപോലെ തന്നെ പല വശങ്ങളും ഉള്ള ഒരു ആശയമാണ് സ്ട്രെസ് എന്നത്. ഇനി അടുത്ത് നമ്മൾ ഹാൻസെല്ലിയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം സ്ട്രെസ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന്. സ്ട്രെസ്സിനെ സയന്റിഫിക്കലി പഠിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ശാസ്ത്രജ്ഞനിൽ ഒരാളാണ് ഹാൻസെല്ലി എന്ന ആൾ. അദ്ദേഹം 1936 സ്ട്രെസ് ശരീരത്തിന്റെ ഏത് ആവശ്യത്തിനും നേരെയുള്ള ഒരു പൊതുവായിട്ടുള്ള അൺസ്പെസിഫിക് ആയിട്ടുള്ള പ്രതികരണമാണ് എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് നമുക്ക് ഫിയർ അല്ലെങ്കിൽ മെന്റൽ പ്രഷർ, ഫിസിക്കൽ പെയിന് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ഒരേ രീതിയിലായിരിക്കും നമുക്ക് സ്ട്രെസ് ഉണ്ടാവുക അല്ലെങ്കിൽ അതിന് എതിരെ പ്രതികരിക്കുക എന്നാണ് പറയുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് ബാഹ്യകാരണങ്ങൾ മാത്രമല്ല, അതിന് നമ്മുടെ ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള പ്രതികരണവും പ്രധാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആശയത്തിന് പ്രധാനമായിട്ട് 2 വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തതാണ് എല്ലാ സ്ട്രെസ്സിനും ഒരേ രീതിയിലല്ല പ്രതികരിക്കുക എന്നുള്ളത് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആശയത്തിന്റെ ഒരു വിമർശനമായിരുന്നു. അതുപോലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല, അതും അദ്ദേഹത്തിന്റെ ആശയത്തിനുള്ള ഒരു വിമർശനമായിരുന്നു. ഇനി അടുത്ത ആളാണ് റിച്ചാർഡ് ലസാറസ്. അദ്ദേഹം സ്ട്രെസ്സിനെ പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയുടെയും അതുപോലെ ഒരു പരിസ്ഥിതിയെയും തമ്മിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എങ്ങനെയാണോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സ്ട്രെസ് ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ മാത്രമല്ല, മറിച്ച് അതൊരു പ്രക്രിയയാണ്. അതിൽ നമ്മുടെ ചിന്ത, നമ്മുടെ ബിഹേവിയർ, വികാരങ്ങള് ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ലസാറസ് ആൻഡ് ഫോക്മാൻ സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു വ്യക്തിക്ക് അതിജീവിക്കാൻ പ്രയാസമായി തോന്നുന്ന ബാഹ്യ ആവശ്യങ്ങൾക്ക് ശരീരവും മനസ്സും കാണിക്കുന്ന പ്രതികരണമാണ് എന്നാണ് പറഞ്ഞത്. ഇത് പ്രകാരം സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു സാഹചര്യം എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ലസാറസിന്റെ അഭിപ്രായത്തിൽ സ്ട്രെസ് 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിൽ വിലയിരുത്തുന്നത് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഒന്നാമത്തതാണ് ഇതില് പ്രൈമറി അപ്രൈസൽ. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ത്രെറ്റ് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ത്രെറ്റ് ആണോ അല്ലെങ്കിൽ ഭീഷണിയാണോ, ഒരു നമുക്കത് ദോഷമാണോ എന്നൊക്കെ തിരിച്ചറിയുന്ന ഘട്ടമാണ് ഈ പ്രൈമറി അപ്രൈസൽ എന്ന് പറയുന്നത്. അടുത്തതാണ് സെക്കൻഡറി അപ്രൈസൽ. ആ അവസ്ഥയെ നേരിടാൻ തക്കവണ്ണ കഴിവുണ്ടോ, നമുക്ക് ആ ഒരു അവസ്ഥയെ നേരിടാൻ പറ്റുമോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു ഘട്ടമാണ് സെക്കൻഡറി അപ്രൈസൽ. അടുത്തത് റീ അപ്രൈസൽ. പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ വിലയിരുത്തലുകളും ഇതിലൂടെയൊക്കെ നമുക്ക് സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇനി അടുത്ത ടോപ്പിക്കാണ് നേച്ചർ ഓഫ് സ്ട്രെസ്. സ്ട്രെസ് ശരീരത്തിലും മനസ്സിലും പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ്. ഇപ്പോ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് ത്രെട്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭീഷണി ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ശരീരം സ്വയം അതിന് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ഉണ്ടാക്കും. അതായത് അതിനെ ഫൈറ്റ് ചെയ്യണോ, ഒരു വെല്ലുവിളിയെ നമ്മൾ നേരിടണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു പ്രതിരോധ മാർഗമാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഹാൻസെല്ലിയുടെ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം പ്രകാരം സ്ട്രെസ് മൂലം ശരീരം നമ്മൾ 3 ഘട്ടത്തിലൂടെ, നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് മൂലം 3 ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നാമത്തത് അലാം, റെസിസ്റ്റൻസ് ആൻഡ് എക്സോഷൻ. നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും അതുപോലെ
നമുക്ക് രോഗങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഇതിനൊരു ഉദാഹരണമാണ് നമുക്ക് ഹൈ BP, അതുപോലെ അൾസർ തുടങ്ങിയവയൊക്കെ. സ്ട്രെസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഓർമ്മ, നമ്മുടെ ശ്രദ്ധ, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ ഇതുപോലെയുള്ള കൊഗ്നിറ്റീവ് സ്കില്ലുകളെയും അതുപോലെ തന്നെ നമ്മളുടെ ഭയം, അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിന്റെ തരങ്ങളാണ്. ഒന്നാമത്തേത് അക്യൂട്ട് സ്ട്രെസ്. വളരെ കുറച്ചു കാലത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദാഹരണമാണ് നമുക്ക് ഇന്റർവ്യൂവിന് മുമ്പുള്ള ഒരു പേടി, പരീക്ഷയ്ക്ക് മുമ്പുള്ള പേടി, ഇതെല്ലാം അക്യൂട്ട് സ്ട്രെസ്സിന്റെ ഉദാഹരണമാണ്. അടുത്തതാണ് ക്രോണിക് സ്ട്രെസ്. ദീർഘകാലം തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ട്രെസ് ആണ് ഈ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദാഹരണമാണ് നമുക്ക് ജോലിയില്ലായ്മ, അതേപോലെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണം എന്നിവയൊക്കെ. അടുത്തതാണ് യൂസ്ട്രെസ്. യൂസ്ട്രെസ്സിനെ നമുക്ക് പോസിറ്റീവ് സ്ട്രെസ് എന്നും പറയാം. അതായത് നമ്മളുടെ പ്രവർത്തനത്തെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന, കൂട്ടുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് മുമ്പ് നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമുക്കൊരു ചെറിയൊരു സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ് വെച്ചിട്ട് നമ്മൾ കൂടുതൽ നന്നായിട്ട് പഠിക്കാനും അതുപോലെ നമ്മൾ നല്ല മാർക്ക് വാങ്ങാനൊക്കെ ശ്രമിക്കും. അപ്പൊ അതൊരു പോസിറ്റീവ് സ്ട്രെസ് ആണ്. അത് നമ്മളെ പ്രവർത്തനത്തെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസ്ട്രെസ്. ഇതൊരു യൂസ്ട്രെസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതൊരു നെഗറ്റീവ് സ്ട്രെസ് ആണ്. ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ദോഷകരമായിട്ടുള്ള ഒരു സമ്മർദ്ദം സൃഷ്ടിക്കും. ദീർഘകാലം നമുക്ക് ഈ ഡിസ്ട്രെസ് തുടർന്നുകൊണ്ടിരുന്നാല് ഇത് വഴി നമുക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാം. ഇതിന്റെ ഉദാഹരണമാണ് നമുക്ക് ജോലിയില്ലായ്മ, അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒക്കെ മരണം എന്നിവയൊക്കെ. ഇനി അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്. നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാരണങ്ങളെയാണ് നമ്മൾ സ്ട്രെസ്സേഴ്സ് എന്ന് വിളിക്കുന്നത്. സ്ട്രെസ്സേഴ്സ് എന്നതും നമ്മുടെ ശരീരത്തിനും മനസ്സിനും സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഏതെങ്കിലും ബാഹ്യ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആന്തരിക ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ്, ഘടകങ്ങളെയാണ് നമ്മൾ സ്ട്രെസ്സേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രെസ്സേഴ്സിന്റെ ടൈപ്സിനെ കുറിച്ച് പറയാം. ഒന്നാമത്തത് എൻവിറോൺമെന്റൽ സ്ട്രെസ്സേഴ്സ്. പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നും ഉണ്ടാവുന്ന ബാഹ്യ ഘടകങ്ങളെയാണ് നമ്മൾ എൻവയോൺമെന്റൽ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത്. ഇവ ഒരു വ്യക്തിയിൽ മാനസികമായോ ശാരീരികമായിട്ടോ ഉള്ള സമ്മർദ്ദം സൃഷ്ടിക്കും. ഇത് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഉള്ളത്. ഒന്നാമത്തത് കാറ്റസ്ട്രോഫ്സ്. പ്രളയം, യുദ്ധം, ഭീകരാക്രമണം, ഭൂകമ്പം തുടങ്ങിയിട്ടുള്ള അപ്രതീക്ഷിതവും വൻതോതിലുള്ള ദുരന്തങ്ങൾ ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് വലിയ നാശനഷ്ടങ്ങൾ അതുപോലെ ഭയം ഉണ്ടാക്കും. അത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. അടുത്തതാണ് മേജർ ലൈഫ് ചേഞ്ചസ്. ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങള് നല്ലതായാലും മോശമായാലും അത് നമുക്ക് എന്തുണ്ടാക്കാം, ഒരു സ്ട്രെസ് ഉണ്ടാക്കാന് കാരണമായേക്കാം. ഉദാഹരണം ജോലി നഷ്ടം, വിവാഹം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം, ഇതെല്ലാം നമ്മളുടെ മേജർ ലൈഫ് ചേഞ്ചസിന്റെ ഉദാഹരണമാണ്. ഇനി അടുത്തതാണ് ഡെയിലി ഹസിൽസ്. ദിവസേന നമ്മൾ നേരിടുന്ന ചെറു ബുദ്ധിമുട്ടുകളിനെയാണ് നമ്മൾ ഈ ഡെയിലി ഹസിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ട്രാഫിക്, നമ്മൾ ചാവി മറന്നു പോവാം, ക്യൂ നിൽക്കേണ്ടി വരിക, ഇതെല്ലാം ഇതിന്റെ ഉദാഹരണം. ഇത് ഓരോന്നായിട്ട് നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇവ കൂടുമ്പോ അല്ലെങ്കിൽ ഒന്നിച്ചു വരുമ്പോ നമുക്കതൊരു വലിയ സ്ട്രെസ്സിന് കാരണമാകും. അപ്പൊ ഇത് മൂന്നുമാണ് ഈ എൻവിറോൺമെന്റൽ സ്ട്രെസ്സേഴ്സിൽ പറയുന്നത്. ഇനി അടുത്തതാണ് സൈക്കോളജിക്കൽ സ്ട്രെസ്സേഴ്സ്. നമ്മുടെ പരിസര സാഹചര്യങ്ങൾക്ക് പുറമെ സ്ട്രെസ് നമ്മുടെ ആന്തരിക ചിന്തകളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഒരാൾക്ക് ഭയം, ആശങ്ക, കുറ്റബോധം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ കൊണ്ടും സ്ട്രെസ് ഉണ്ടാവാം. ഇനി ഇതിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തത് പ്രഷർ. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് ഒരു സമയപരിധി അല്ലെങ്കിൽ മത്സരം, പ്രതീക്ഷകള് തുടങ്ങിയവയ്ക്ക് കാരണം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ് പ്രഷർ എന്ന് പറയുന്നത്.
അമിതമായിട്ട് പ്രഷർ നമ്മളുടെ തീരുമാനങ്ങൾക്കും അതുപോലെ ആരോഗ്യത്തിനും ഒക്കെ ദോഷകരമാണ്. ഇനി അടുത്തതാണ് അൺകൺട്രോളബിലിറ്റി. ഒരു സാഹചര്യത്തെ നിയന്ത്രിക്കാനാകില്ല എന്നുള്ള ഒരു തോന്നല് നമുക്ക് സ്ട്രെസ് വർദ്ധിപ്പിക്കും. നിയന്ത്രണമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഈ കൺട്രോളബിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ കുറവായിരിക്കും സ്ട്രെസ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തതാണ് ഫ്രസ്ട്രേഷൻ. നമ്മളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വഴികളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരത്തിനെയാണ് നമ്മൾ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിരാശ എന്ന് പറയുന്നത്. ചിലപ്പോൾ ബാഹ്യ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇതുണ്ടാവുന്നത്, ചിലപ്പോൾ നമ്മളുടെ തന്നെ സ്വന്തം പരിമിതികൾ കൊണ്ടോ ആയിരിക്കാം ഉണ്ടാവുന്നത്. ഇനി അടുത്തതാണ് കോൺഫ്ലിക്റ്റ്. രണ്ട് വിരുദ്ധമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് ഇടയിൽ നമ്മൾ സ്റ്റക്കായി പോകുമ്പോൾ അല്ലെങ്കിൽ കുടുങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമാണ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഒരു മാനസിക ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്നുകൊണ്ട് പറയുന്നത്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒന്നാമത്തത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് നല്ല കാര്യങ്ങൾക്കിടയിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് നല്ല 2 ജോലി ഓഫേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് വരുമ്പോൾ നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവും. അടുത്തതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. 2 മോശം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു മോശം ജോലിയിൽ തന്നെ തുടരണോ അല്ലെങ്കിൽ ആ ജോലി വിടണോ, ഈ രണ്ട് കാര്യങ്ങളിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ. അടുത്തതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഒരു കാര്യത്തിൽ തന്നെ നല്ലതും മോശവും രണ്ടുപേരും ഉണ്ടാവുമ്പോൾ, അതായത് നല്ല ജോലി ലഭിച്ചെങ്കിലും വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയാണ്, അപ്പോൾ ഇതിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരും. അതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അടുത്തതാണ് ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. 2 കാര്യങ്ങൾക്കും നല്ലതും മോശവും വരുമ്പോൾ, അതായത് ഒരു ജോലിയിൽ ഒരുപാട് ശമ്പളം ഉണ്ട്, പക്ഷെ അത് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. മറ്റൊരു വശത്താണെന്നുണ്ടെങ്കിൽ ഒരു വീടിന്റെ അടുത്തുള്ള ജോലിയാണ്, പക്ഷെ ശമ്പളം കുറവാണ്. ഇങ്ങനെ ഒരു 2 സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 4 ഈ സൈക്കോളജിക്കൽ സ്ട്രെസ്സസിന്റെ ടൈപ്സ്. ഇനി അടുത്തതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. സ്ട്രെസ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകളിലോ അനുഭവങ്ങളിലോ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടും ഉണ്ടാവാം. നമ്മുടെ ബന്ധങ്ങള്, അതുപോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ജോലി പരിസരം, സാംസ്കാരിക സമ്മർദ്ദം തുടങ്ങിയിട്ടുള്ളവയൊക്കെ പ്രധാനപ്പെട്ട സാമൂഹിക സ്ട്രെസ്സുകളാണ്. ഇനി ഇതിന്റെ ടൈപ്സ് പറയാം. പ്രധാനമായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്നാമത്തത് പോവേർട്ടി. ആഹാരം, വീട്, വസ്ത്രം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനാവാത്ത അവസ്ഥയാണ് നമ്മൾ ദാരിദ്ര്യം അല്ലെങ്കിൽ പോവേർട്ടി എന്ന് പറയുന്നത്. ഇത് സ്ഥിരമായിട്ടുള്ള സുരക്ഷയില്ലായ്മയും നിരാശയും ഒക്കെ സൃഷ്ടിക്കും. ഇതിലൂടെ നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കൂടാതെ ചിലപ്പോ അക്രമം, ലഹരി ഉപയോഗം ഒക്കെ വർദ്ധിപ്പിച്ചേക്കാം. ഇനി അടുത്തതാണ് ജോബ് സ്ട്രെസ്. സ്ഥിരമായിട്ട് ജോലിയുള്ളവർക്ക് ജോലി തന്നെ ചിലപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ടായിരിക്കാം. അധികമായിട്ടുള്ള ജോലി ഭാരം, അതുപോലെ നിയന്ത്രണം ഇല്ലായ്മ, ഓവർ ടൈം, അതുപോലെ നമ്മുടെ മാനേജേഴ്സിന്റെയും അല്ലെങ്കിൽ ഉയർന്ന ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവരുടെ അനീതിയായിട്ടുള്ള പെരുമാറ്റം, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, ഇതെല്ലാം സ്ട്രെസ്സിനും കാരണമായിട്ടുണ്ടാവാം. ഇനി ജോബ് സ്ട്രെസ്സിന്റെ എഫക്റ്റിനെ കുറിച്ച് പറയാം. പ്രധാനമായിട്ടും 3 തരത്തില് ഈ ജോബ് സ്ട്രെസ് ഉണ്ടായാൽ അത് നമ്മളെ ബാധിച്ചേക്കാം. ഫിസിക്കലി തലവേദന, BP, ക്ഷീണം തുടങ്ങിയിട്ടുള്ളവയൊക്കെ. സൈക്കോളജിക്കൽ ആണെന്നുണ്ടെങ്കിൽ സാഡ്നെസ്, അതുപോലെ ആശങ്ക, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ളവയൊക്കെ. അടുത്തത് ബിഹേവിയറൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വരാം. അതായത് ചിലപ്പോൾ ഒട്ടും ഫുഡ് കഴിക്കാണ്ടിരിക്കാം, ചിലപ്പോൾ അമിതമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരവസ്ഥ വരാം. അതുപോലെ ലഹരി ഉപയോഗം, ഫാമിലി പ്രോബ്ലംസ്, ഇതെല്ലാം ഉണ്ടാവാം. അപ്പൊ ഇത്രയാണ് നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. അടുത്തത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. ഒരു വ്യക്തിയുടെ സ്വഭാവം സ്ട്രെസ് എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ ഈ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എങ്ങനെയാണോ
അല്ലെങ്കിൽ ഒരാളുടെ ചില സ്വഭാവ ഗുണങ്ങളുള്ളവർക്ക് അവർക്ക് കൂടുതൽ സ്ട്രെസ്സിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിൽ പറയുന്നത്. പ്രധാനമായിട്ടും 2 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് ടൈപ്പ് എ പേഴ്സണാലിറ്റി ഫാക്ടർ. ടൈപ്പ് എ ഫാക്ടറിൽ ഇവര് പൊതുവെ വേഗമേറിയ ജീവിത ശൈലി ഉള്ളവരും അതുപോലെ സമയത്തിന്റെ ഒക്കെ അടിയന്തര ബോധ്യമുള്ളവരൊക്കെ ആയിരിക്കും. പെട്ടെന്ന് വിജയിക്കണം, പെട്ടെന്ന് ലക്ഷ്യത്തിൽ എത്തണം എന്നൊക്കെ ഉള്ളൊരു ബോധത്തോടെ ജീവിക്കുന്നവരായിരിക്കും ഈ ടൈപ്പ് എ സ്വഭാവക്കാര്. അപ്പൊ ഇവർക്ക് എളുപ്പത്തിൽ ദേഷ്യം വരാനും സ്ട്രെസ് അനുഭവപ്പെടാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ഇതിലൂടെ ചിലപ്പോ ഹേർട്ട് ഡിസീസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി ഫാക്ടർ. ഇവർ പൊതുവെ ശാന്തമായിട്ടുള്ള സഹിഷ്ണുതയും സൗമ്യമായിട്ടുള്ള സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് മത്സരബോധമൊക്കെ കുറവായിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ട്രെസ്സും കുറവായിരിക്കും. ഇനി അടുത്ത ഫാക്ടറാണ് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്. ഒരു വ്യക്തി സ്ട്രെസ് അനുഭവിക്കുന്നതിലും അതിലെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ അവരുടെ ചിന്തകളും അവരുടെ വിലയിരുത്തുന്നത് എങ്ങനെയാണോ എന്നതൊക്കെ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നുണ്ട്. ഈ ലെസാറസ് ആൻഡ് ഫോക്മാൻ പറഞ്ഞതുപോലെ സ്ട്രെസ് ഒരു സംഭവത്തിന്റെ മാത്രമല്ല, ആ സംഭവം നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി പരീക്ഷയെ എന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് വിലയിരുത്തുന്നത് എങ്കിൽ ആ വിദ്യാർത്ഥി നന്നായിട്ട് പരിശ്രമിക്കുകയും നന്നായിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാനൊക്കെ തോന്നും. നേരെ മറിച്ച് വേറൊരു വിദ്യാർത്ഥി ആ ഒരു പരീക്ഷയെ തന്നെ അത് ചിലപ്പോ എന്റെ തോൽവിക്ക് കാരണമാകുമോ എന്നുള്ള രീതിയിലാണ് വിലയിരുത്തുന്നത് എങ്കിൽ അത് കൂടുതൽ ഒരു ഭയം അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നയിക്കും. അപ്പൊ ഇത് ഈ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്ത ഫാക്ടറാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. നമ്മളൊരു പുതിയ രാജ്യത്തേക്ക് മാറുമ്പോ അല്ലെങ്കിൽ കുടിയേറുന്നവർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ ആ പുതിയ സംസ്കാരത്തിനോട് പൊരുത്തപ്പെട്ട് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി ആയിരിക്കും. അപ്പൊ ഈ ടൈമിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരുപാട് സ്ട്രെസ്സുകളും വരാം. ഇത്തരത്തില് ആ ഒരു സംസ്കാരത്തിനോട് പൊരുത്തപ്പെടാന് ഒക്കെ വെല്ലുവിളി ആവുന്നതിനെയാണ് നമ്മൾ അക്യുലറേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു പുതിയ സാഹചര്യത്തിനോട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ഭയം അവർക്ക് ഉണ്ടാവാം. ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തത് സാമൂഹിക വേർപാട്, അതായത് അവര് അത്രയും കാലം ജീവിച്ചിട്ടുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ആയിരിക്കില്ലല്ലോ, അവർ വേറൊരു സ്ഥലത്തോട്ടല്ലേ മാറുന്നത്. അപ്പൊ അവിടുത്തെ രീതികളുമായിട്ട് അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അടുത്തതാണ് വിവേചനം. അടുത്തത് പുതിയ നിയമങ്ങൾക്കും ജീവിത രീതികൾക്കും പൊരുത്തപ്പെടാനുള്ള സാഹചര്യം. ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ഒരു സ്ട്രെസ് ഉണ്ടാവാം. ഇതിലൂടെ ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി, അതേപോലെ ലോൺലിനെസ്, ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ഇത് കാരണമാവും. അപ്പൊ ഇത്രയാണ് നമ്മൾ സ്ട്രെസ്സിന്റെ ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത്രയും ആണ് ഈ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് എൻവിറോൺമെന്റൽ സ്ട്രെസ്, രണ്ടാമത്തത് സൈക്കോളജിക്കൽ സ്ട്രെസ്, മൂന്നാമത്തത് സോഷ്യൽ ഫാക്ടേഴ്സ്, നാലാമത്തത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, അഞ്ചാമത്തത് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, ആറാമത്തത് കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നത്.